ഹലോ, വെൽക്കം ടു ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുതിന ഇല കൊണ്ടുള്ള പിക്കിളാണ്, അഥവാ മിൻറ്റ് പിക്കിൾ. ഇത് വളരെയധികം രുചികരമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മിൻറ്റ് പിക്കിൾ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ചനാദാൽ അഥവാ കടലപ്പരിപ്പ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. അതുകൂടി നമുക്ക് ഇട്ട ശേഷം ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ എരിവുള്ളതിനാൽ 2 പച്ചമുളകാണ് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയാണിത്. നാട്ടിലെ വെളുത്തുള്ളിയേക്കാളും വലിയ വെളുത്തുള്ളിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എത്ര അല്ലിയാണ് ഇടുന്നതെന്ന് പറയാത്തത്, അതിന് പകരം ടേബിൾ സ്പൂൺ കണക്ക് പറയുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഡ്രെയിൻ ചെയ്തെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നല്ല തരിതരിയായിട്ട് വേണം നമ്മളിത് ചതച്ചെടുക്കാൻ. കാരണം ഈ പിക്കിളിനകത്ത് പ്രത്യേകിച്ച് കഷ്ണങ്ങളായിട്ടൊന്നുമില്ല. അപ്പം ഈ ഉഴുന്ന് പരിപ്പൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതുപോലെ വേണം ചതച്ചെടുക്കുവാനായിട്ട്. ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണയിലേക്ക് ഏകദേശം 3 കപ്പോളം പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള അത്രയുള്ള കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. വാളൻ പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. ഒരുമാതിരി വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് വേണം മുളക് പൊടി, വേണമെങ്കിൽ കൂടുതലും കുറവൊക്കെ ഇടേണ്ടത്. ഇനി അതിനകത്തേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ആ സെയിം പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. ഇനി 3 വറ്റൽമുളകാണ് ചെറുതായി മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പ് കൂടിയിട്ട് ആ മിക്സില്ലേ അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ മിൻറ്റ് മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നോക്കൂ എന്ത് പെട്ടെന്നാണ് ഈ പിക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. ഇതിനകത്ത് കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും ഈ പിക്കിളിന്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഈ പിക്കിൾ. ചോറിനും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളിനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഉപയോഗിക്കാവുന്നതാണ്. ആയിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി വരികയും ചെയ്യും. ഇനി നല്ലതായിട്ട് തണുത്ത ശേഷം നമുക്കിത് ബോട്ടിലിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.